നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം അടാട്ട് ഗ്രാമപഞ്ചായത്തിലെ കുടിവെള്ളത്തെ പറ്റിയാണ്. അടാട്ട് ഗ്രാമപഞ്ചായത്തിൽ കുടിവെള്ള പൈപ്പുകൾ പൊട്ടി ഈ കുടിവെള്ളം വെറുതെ പാഴായി പോകുന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഇതിനെതിരെ ഒരു ഉദ്യോഗസ്ഥരും നടപടിയെടുക്കുകയോ അടാട്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഉദ്യോഗസ്ഥരോ അതിൻ്റെ ഭരണാധികാരികളോ ഒരു പ്രവൃത്തിയും ഇത്ര നാളായിട്ട് എടുത്തിട്ടില്ല എന്നാണ് വാസ്തവം. ഏകദേശം ഒരു 1.5 മാസത്തോളമായി പല സ്ഥലങ്ങളിലായി അടാട്ട് ഗ്രാമപഞ്ചായത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് ഇത്തരത്തിൽ കുടിവെള്ള പൈപ്പുകൾ പൊട്ടി കുടിവെള്ളം വെറുതെ പാഴായി പോകുന്നൊരവസ്ഥയാണുള്ളത്. ഇതിനെതിരെ പല ജനപ്രതിനിധികളും പ്രതികരിക്കുകയും അതുപോലെ തന്നെ ജനപ്രതിനിധികളുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പായ ജലജാഗ്രത എന്ന ഗ്രൂപ്പിൽ പല മെമ്പർമാരും ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് പോസ്റ്റുകളുടെയും ഉണ്ടായി. ഇതിനെതിരെ ഒരു ഉദ്യോഗസ്ഥരും പ്രതികരിക്കുകയോ ഇതിൻ്റെ നടപടിയെടുക്കുകയോ ഇതുവരെ ചെയ്തിട്ടില്ല. പല മെമ്പർമാരുടെ പ്രതികരണങ്ങളും നമ്മളിതിൽ ഈ വീഡിയോ നമ്മൾ രേഖപ്പെടുത്തുന്നതാണ്. ഞാൻ 12ാം വാർഡ് മെമ്പറാണ്. എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയുള്ളത് നമ്മുടെ പ്രദേശത്തെ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് പൈപ്പ് പൊട്ടലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ വിഷയങ്ങൾ അവതരിപ്പിക്കാനാണ് നമ്മൾ ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയേക്കണത് പ്രധാനമായിട്ടും. അപ്പോൾ നമ്മുടെ എല്ലാ മെമ്പർമാരും അവരവരെ വാർഡിലത്തെ ഓരോ പ്രശ്നങ്ങൾ ഓരോ തരത്തിൽ പറഞ്ഞ് ഇന്ന സ്ഥലത്ത് പൈപ്പ് പൊട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിതിൽ പോസ്റ്റ് ഇട്ടു. ഇന്നേ വരെ നമ്മുടെ ഇതിൽ ഉദ്യോഗസ്ഥരും എല്ലാ ആൾക്കാരും ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. ഇന്നേ വരെ ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് ഒരാൾ പ്രതികരിച്ചിട്ടില്ല. നിങ്ങൾ എന്താ കാര്യം, എന്താണ് വിഷയം എന്നുള്ളത് വ്യക്തമായിട്ടൊരു മറുപടി തരൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയേക്കണേ. നിങ്ങൾ എന്തുകൊണ്ട് ഈ പൈപ്പ് പൊട്ടി ശരിയാക്കാൻ വരുന്നില്ല, എന്താണ് പ്രശ്നം എന്നാലും ഞങ്ങൾക്ക് അറിയാൻ പറ്റില്ല. ഞങ്ങൾ ഓരോരുത്തർ വിളിച്ച് ചോദിക്കുന്നതിന് നല്ലത് നിങ്ങൾ ഇന്ന പ്രശ്നം കൊണ്ടാണ് വെള്ളം ഞങ്ങൾ ശരിയാക്കാൻ വരാത്തത് എന്നുള്ളത് നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളിതൊന്ന് പ്രതികരിച്ച് ഇതിന് വേണ്ട എന്ത് നടപടികൾ പെട്ടെന്ന് എത്ര സ്ഥലത്തെ പൈപ്പ് പൊട്ടി വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ജനങ്ങൾ നോക്കി കാണല്ലേ. അപ്പോൾ നിങ്ങളൊരു റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത മാതിരി ചെയ്യല്ലേ. നിങ്ങൾ അല്ലെങ്കിൽ ഇതിന് തക്കതായ കാരണം പറഞ്ഞതായോ ഇത് ഞങ്ങൾക്ക് എന്നിട്ട് ജനങ്ങളോട് പറയും വേണ്ടേ ഇന്ന കാരണം കൊണ്ടാന്നുള്ളത്. ഇത് ദയവ് ചെയ്ത് നിങ്ങളൊരു റിക്വസ്റ്റ് ആയിട്ട് കണ്ടിട്ട് ഇതൊന്ന് കൈകാര്യം ചെയ്യണം കേട്ടോ അതിൻ്റെ ഉദ്യോഗസ്ഥരെ. ഏകദേശം 1.5 മാസത്തോളമായി ഇതേപോലെ അടാട്ട് ഗ്രാമപഞ്ചായത്തിലെ പല സ്ഥലങ്ങളിലും പല വാർഡുകളിലും ഇത്തരത്തിൽ കുടിവെള്ള പൈപ്പുകൾ പൊട്ടി വെള്ളം പാഴാകുന്നൊരവസ്ഥയാണ്. ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞപ്പോൾ വാട്ടർ അതോറിറ്റിയിൽ നിന്ന് ഇത്തരത്തിലുള്ള മെയിൻ്റനൻസ് വർക്ക് ടെൻഡറായിട്ട് എടുത്തിട്ടുള്ള ആളുകൾ അവർക്ക് പൈസ ലഭിക്കാത്തത് കൊണ്ടാണ് അവർ ഈ വർക്ക് ചെയ്യാൻ വരാത്തതെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിനെതിരെ എത്രയും പെട്ടെന്ന് നടപടി വാട്ടർ അതോറിറ്റിയും അതുപോലെ തന്നെ അടാട്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഉദ്യോഗസ്ഥരും എടുക്കണമെന്നാണ് ഇപ്പോൾ ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. ഇതിനെതിരെ ഒരു നടപടി എത്രയും പെട്ടെന്ന് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു.